ബിജെപിയുടെ ഒരു വിഷയത്തിലെ അല്ലെങ്കിൽ മോദി സർക്കാരിൻ്റെ ഒരു വിഷയത്തിലെ സംഭവഗതി മാത്രമല്ല ഇവിടെ പ്രതിഫലിക്കുന്നത്. ബീഹാറിലെ ഈ തീവ്ര പുനഃപരിശോധന വോട്ടർ പട്ടികയിൽ അതുണ്ടാക്കുന്ന ഉദ്ദേശമെന്ത്, അതിൻ്റെ പിന്നിലാര്, അതുണ്ടാക്കുന്ന പ്രതിസന്ധി എന്ത്, അതെന്ത് തരം ലിറ്റ്മസ് ടെസ്റ്റിൻ്റെതാണ് എന്ന് ഭയപ്പെടുന്നു പ്രതിപക്ഷവും രാജ്യത്തെ ജനങ്ങളും. ഇതൊന്ന്. രണ്ട്, ഇവിടെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പ്രതിസന്ധിയിലാക്കുന്ന പല വിധത്തിലുമുള്ള പ്രവണതകൾ. മൂന്ന്, ഈ കർഷകരുടെയും തൊഴിലാളികളുടെയും ഒക്കെ അവകാശങ്ങൾ ധ്വംസിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ദിശയുണ്ട്, ഒരു ആശയമുണ്ട്, ആ ബോധമുണ്ട്. ആ ബോധം അനുസരിച്ചാണ് നീങ്ങുന്നത്. അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം, കോർപ്പറേറ്റുകളായ രാജ്യത്തെ 80% സമ്പത്ത് കൈയാളുന്നത് വെറും വിരലിൽ എണ്ണാവുന്നവരാണ്. അവരുടെ സമ്പത്ത് കുന്നുകൂടുന്നു, പക്ഷേ ദാരിദ്ര്യ നിരക്ക് വലിയ രീതിയിൽ വർദ്ധിക്കുന്നു. രാജ്യത്ത് തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നു. തൊഴിലുറപ്പ് തൊഴിലുറപ്പ് സംവിധാനം തന്നെ ഇല്ലാതാക്കുന്നതിലേക്ക് കാര്യങ്ങളെ എത്തിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള നിരവധി ഘട്ടങ്ങളുണ്ട്. ഒരു വശത്ത് കോർപ്പറേറ്റുകൾക്ക് അവരുടെ കടങ്ങൾ എഴുതിത്തള്ളുന്നതിലേക്ക് പോകുന്നു, പക്ഷേ പാവപ്പെട്ടവനും ദുരന്തബാധിത മുഖത്ത് നിൽക്കുന്നവനും അടക്കമുള്ളവരുടെ കടങ്ങൾ എഴുതിത്തള്ളുന്നതിന് വലിയ ബുദ്ധിമുട്ടും പ്രയാസവും പറയുന്നു. അത് ശരിയല്ല അത്രേ. ഒരിക്കൽ നിർമ്മല സീതാരാമൻ തന്നെ പറഞ്ഞത്, ഇങ്ങനെ ജനങ്ങളെ സഹായിക്കുന്ന കിറ്റൊന്നും കൊടുക്കുന്നത് ശരിയായൊരു രീതിയല്ല ജനങ്ങളെ സഹായിക്കുന്നത് എന്ന തരത്തിൽ പോലും അവർ പ്രതികരിച്ചിട്ടുണ്ട് മുമ്പ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു പശ്ചാത്തലമാണ് എല്ലാ ഘട്ടങ്ങളിലും മോദി സർക്കാരിൽ പ്രതിഫലിക്കുന്നത്. BMSന് പോലും ഉള്ളിൽ തൊഴിലാളി വർഗം എന്ന നിലയിൽ ഈ BJPയുടെ മോദിയുടെ ചെയ്തികളോട് എതിർപ്പുണ്ട്. മുൻകാലത്തൊക്കെ അവർ രംഗത്തെത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ അമിത്ഷാ മോദി ഈ അമിതാധികാര പ്രവണത കൊണ്ടാണ് അവർക്ക് പോലും അവരുടെ തൊഴിലാളി വർഗ ബോധം കാട്ടാനാകാത്തത്. ഇതൊക്കെയാണ് വിമർശിക്കപ്പെടുന്നത് കോൺഗ്രസിനും BJPക്കും മോദി സർക്കാരിനും മുന്നിൽ. ഇവിടെ 26,000 രൂപ അടിസ്ഥാന വേതനം നൽകണമെന്ന് വാദിക്കുന്ന CPMകാർ അല്ലെങ്കിൽ ഇടതുപക്ഷക്കാർ തിരുവനന്തപുരത്ത് ഇന്ന് ഈ പാതിരാത്രിയും ഈ മഞ്ഞും വെയിലും മഴയും കൊണ്ട് തുടരുന്ന ആശാ വർക്കർമാരുടെ സമരത്തെ, ആ തൊഴിലാളികളുടെ സമരത്തെ കണ്ടെന്ന് നടിച്ചവരാണോ? ഈ ആശാ വർക്കർ എന്ന് പറയുന്നത് ഇത് ഏത് നോംസിൽ ആരുടെ പദ്ധതിയായി വരുന്നതാണ്? ഇവിടെ ശ്രീ അരുൺകുമാർ സൂചിപ്പിച്ചു, ഇവിടെ കേരളത്തിനകത്ത് ഈ പറയുന്ന കൂലിത്തൊഴിൽ ചെയ്യുന്ന അന്നന്നത്തെ വേതനം ലഭിക്കുന്ന തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് 1200, 700 ഒക്കെ കൂലി ലഭിക്കുന്നുണ്ടെന്ന്. ശരിയാണ്, ലഭിക്കുന്നുണ്ട്. ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ദിവസ വേതനം ഈ പറയുന്ന സാധാരണ തൊഴിലാളികൾക്ക് ലഭിക്കുന്ന സംസ്ഥാനം തന്നെയാണ് കേരളം, തർക്കമൊന്നുമില്ല. പക്ഷേ ലഭിക്കുന്ന തൊഴിലാളികൾ ഭൂരിപക്ഷം ആരാ? മലയാളികളാ. ഈ രാജ്യത്ത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് തൊഴിൽ തേടി നമ്മൾ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ നിന്നാ? ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ നിന്നാ? CPM ഭരിച്ച വെസ്റ്റ് ബംഗാളിൽ നിന്നാ കൂടുതൽ ആൾക്കാർ. ബീഹാറാണ് ഏറ്റവും കൂടുതൽ. ബംഗാൾ 6 7 ആണ്. വേറെ തമാശ മറച്ചു വെക്കരുത്. ബീഹാറാണ് ഒന്നാമത്. ഈ ബംഗാളിൽ നിന്ന് ആറാം സ്ഥാനത്തൊക്കെയാണ്. ബീഹാറിൽ തൊഴിലാളികളെ ഈ ബംഗാളിൽ തന്നെ ബുദ്ധദേവ് ഉണ്ടാക്കിയ പരിഷ്കാരങ്ങൾ അത് നടപ്പാക്കിയിരുന്നെങ്കിൽ അവർക്ക് ഇവിടെ വരേണ്ടി വരില്ല. അങ്ങനെയുള്ള യാഥാർത്ഥ്യമുണ്ട്. അതൊക്കെ ഇവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിക്കുന്നത്, ഗുജറാത്തിലെ നാടിന്റെ വിഭവശേഷി അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന തൊഴിലാളികൾക്കാണ് അത് പോകുന്നത്. നമ്മുടെ നാട്ടിൽ സമ്പത്ത് അവരാണ് തൊഴിലെടുത്ത് കൊണ്ടുപോകുന്നത്. ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ഇവിടെ നമ്മുടെ നാട്ടിൽ ആരായാലും ഇന്ത്യൻ പൗരന്മാരാണല്ലോ. പഠിക്കാൻ പോയിട്ടുണ്ട്. 25 ലക്ഷം വരുന്ന ചെറുപ്പക്കാർ അന്യ സംസ്ഥാനങ്ങളിൽ പോകുന്നുണ്ട്. ഇവിടെ നിങ്ങൾ പറയുന്ന 1200 രൂപ വേതനം ഈ നാട്ടിൽ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ആളുകൾ വന്ന് ലഭിക്കുമ്പോൾ ചെറുപ്പക്കാർ മറ്റ് നാടുകളിലേക്ക് ഒരു ആധുനിക ലോകത്തെ ചെറുപ്പക്കാരന് ഇങ്ങനെ പറയാൻ പാടില്ല. BJP നേതാവ് എന്നത് പോട്ടെ, ഒരു ആധുനിക. കാരണം എങ്ങനെയാണ് ഇതര സംസ്ഥാനക്കാർ ഇന്ത്യൻ പൗരന്മാരല്ലേ, തൊഴിലാളികളല്ലേ? അല്ല, ഇതര സംസ്ഥാനക്കാർ തൊഴിലാളികളല്ലേ? അല്ലാതെ ഇവിടെ 1200 രൂപ പണി കേരളത്തിലെ പൊതുജനങ്ങളായിട്ടുള്ള നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ എടുക്കണമെന്നല്ല. നമ്മുടെ നാട്ടിലെ ചെറുപ്പത്തിന് അവരുടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള കൂലിയും വേലയും കൊടുക്കാൻ ഈ സംസ്ഥാനത്തെ സർക്കാരുകൾക്ക് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ നാളുകളിൽ. എന്റെ സംശയം, ഈ തൊഴിലെടുക്കുന്നവനെ ബീഹാറി എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിയത് അവർ ഇന്ത്യക്കാരല്ലേ? ആ സമീപനം BJPക്ക് ഇല്ലേ? സംസ്ഥാന തൊഴിലാളികൾ എന്നാണല്ലോ ഇതര സംസ്ഥാന അതിഥി സംസ്ഥാനം ഞങ്ങൾ പറയുന്നത്. എല്ലാവരും ഇന്ത്യ ഭാരതീയരാണ്.
എല്ലാവരും ഭാരതീയരാണ്. ഒരു അതാണ് സംശയവുമില്ല, ഒരു തർക്കവുമില്ല. അപ്പൊ അവിടെ ഭാരതീയൻ ഇവിടെ വന്ന് അവർ കൂലി മേടിക്കുമ്പോൾ അന്യ സംസ്ഥാനത്തേക്ക് പോകുന്നു എന്ന് പറയുന്നത് അല്ല, അവിടെ തന്നെ സംസ്ഥാനം- പ്രശ്നമുണ്ട്. സംസ്ഥാനമല്ലേ? ആ പ്രശ്നം ഇന്ത്യ ഒറ്റ number one. സംസ്ഥാനമാണോ? അല്ല, ആ പ്രശ്നം ഇന്ത്യ ഒറ്റ സംസ്ഥാനമാണോ? number one. അതൊന്നുമല്ലല്ലോ. അല്ലല്ല, അല്ല, ഞാൻ പറയട്ടെ, രണ്ടാമത്തെ കാര്യം ഒരുപാട് അല്ലല്ല, ചോദ്യങ്ങൾ ഗോകുൽ, എന്നോട് ചോദിച്ചിട്ട് ഗോകുൽ, നിങ്ങൾ അല്ലല്ല, ഇടപെട്ടാൽ രണ്ടാമത്തെ എങ്ങനെയാണ്? കാര്യം ഞാൻ ചോദ്യം അവതാരകൻ. ചോദിച്ചില്ലല്ലോ. ശ്രീ രണ്ടാമത്തെ കാര്യം ഗോകുൽ ഗോപിനാഥ്, രണ്ടാമത്തെ കാര്യം ഈ 1200 രൂപ ചുമ്മാതെടുത്ത് കൊടുക്കാനാകില്ലല്ലോ. ഇതര സംസ്ഥാനത്തോ സംസ്ഥാനത്തോ ഉള്ള തൊഴിലാളികളാണ് എത്തുന്നെങ്കിൽ അവർക്ക് കൊടുക്കാൻ തക്ക ശേഷിയും ഒരു സംവിധാനവും കേരളത്തിലില്ലേ? അതല്ലേ ഇവിടുത്തെ ശ്ലാഘിക്കേണ്ട രാഷ്ട്രീയം. ആ സംവിധാനത്തിൽ നമ്മുടെ